അല്ലല്ലോ, ഞങ്ങൾ വളരെ ക്രൂരരും ഞങ്ങൾ വളരെ ഭീകരരുമായ ആളുകളാണല്ലോ ഈ CPM-ന് വേണ്ടി ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ. ഞങ്ങളുടെ മുഖത്ത് ക്രൂരഭാവമേ ഉള്ളൂ. ഞങ്ങൾ ഒച്ചയെടുത്ത് എന്തുകൊണ്ട് ഇവൻ മാനേജ് പറയുന്നു ആശാ വർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് നടന്നു? തിരിഞ്ഞു നോക്കിയോ? തൊഴിലാളി വർഗ നേതാക്കളല്ലേ? തൊഴിലാളി വർഗത്തെ കുറിച്ചല്ലേ ഇപ്പൊ സജീഷൻ പറഞ്ഞത്? ഈ തൊഴിലാളി വർഗ നേതാക്കൾക്ക് അവർ എന്ത് അധിക്ഷേപമായിരുന്നു ആ സ്ത്രീയോട് പറഞ്ഞത്? കേരളത്തിലെ പാവപ്പെട്ട 230 രൂപ മാത്രം കിട്ടുന്ന ചെറിയൊരു വർധനവിന് വേണ്ടി സമരം ചെയ്തത്. ആ സമരത്തെ അധിക്ഷേപിച്ച CIT നേതാക്കൾ നിങ്ങൾ മറന്നുപോയോ? മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയോ? തൊഴിലാളി വർഗ നേതാവാണ്, അടിത്തട്ട് നിന്ന് നേതാ. ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അധിക്ഷേപിച്ചു. മാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ വൈതാളികരായിട്ടുള്ള ന്യായീകര തൊഴിലാളി എന്തുമാത്രം അധിക്ഷേപം നടത്തിയത്? സുരേഷ് ഗോപി ഒന്ന് പാട്ട് പേര് എന്തൊക്കെ അപകീർത്തിപ്പെടുത്തി. അപ്പോൾ അതും നമ്മൾ അധികാരികൾ താരതമ്യം ചെയ്യണം. അപ്പോൾ രാഷ്ട്രീയ നിലപാടിൽ അവരുടെ പിന്നോട്ട് പോക്ക്. ആ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല കാണിച്ചത്. കാര്യം അത്ര തൊഴിലാളി സമരം നടക്കുന്ന സമയത്ത് പ്രതികരിക്കുന്ന രീതിയുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? PM ശ്രീയെ ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് രാജ്യസഭ MP, നമുക്കെല്ലാം ബഹുമാനമുള്ള വ്യക്തി തന്നെ, അദ്ദേഹം മധ്യസ്ഥം വഹിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണത്തെ കുറിച്ച് എന്ത് മറുപടി പറഞ്ഞ? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. അതാണ് മറുപടി. അതാണ് കാര്യം. നമ്മളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് PM ശ്രീ, അതായത് ഇപ്പൊ പരിഹസിച്ച ആൾക്കാർ ശ്രീ PM എന്നാണ് വിളിക്കുന്നത് ഗവൺമെന്റ്, ശ്രീ PM എന്ന്. ഒരു പക്ഷേ ഞാൻ SK സതീഷ് ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഈ ചാനലിൽ വന്ന് CPM വേണ്ടി ന്യായീകരണം പറയുന്ന ആൾക്കാർ പോലും അവർ കാണിക്കുന്ന രാഷ്ട്രീയം പലപ്പോഴും തെറ്റായ രീതിയിലാണ് ആൾക്കാർ, പ്രേക്ഷകർ അതിനെപ്പോലും പ്രതികരിച്ചതാണ് എന്റെ തോന്നൽ. കാര്യം ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?